ഭാരതാംബ വിവാദം ആളിക്കത്തിക്കുകയാണ് ബി.ജെ.പി. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ മാർച്ച് നടത്തി. വിളക്കു കൊളുത്തി പുഷ്പാർച്ചന നടത്താനുള്ള നീക്കം CPI പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷാവസ്ഥ ഉണ്ടായി. ഭാരതാംബ വിവാദത്തിൽ ശക്തമായ പ്രതിഷേധവുമായി CPI രംഗത്തെത്തിയിരിക്കുന്നു. തൃശൂരിൽ ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ച് CPI പ്രതിഷേധിച്ചു. ഭാരത് മാതാ സങ്കല്പത്തിന് മതഛായ കൊടുക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഈ ചോദ്യം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും പ്രിയപ്പെട്ടതാണ്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ഒന്നല്ല. ഈ മഹത്തായ നാടിൻ്റെ എല്ലാ ദേശസ്നേഹ മൂല്യങ്ങളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ്. ഭാരത് മാതാ എന്ന സങ്കല്പം, ആ സങ്കല്പം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് അസംബന്ധമെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. പൊതുവിടങ്ങളിൽ വർഗീയ ചിഹ്നങ്ങൾ പാടില്ല. പ്രശ്നത്തിൽ ഗവർണറോട് വിട്ടുവീഴ്ചയില്ലെന്ന് MV ഗോവിന്ദൻ. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. നിയമസഭ പോലെ, അതുപോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒക്കെ ഒരു പൊതു സ്ഥലമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആണോ സംസ്ഥാന ഗവൺമെൻറ് ആണോ എന്നുള്ളതല്ല. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാനെന്നോട് പറഞ്ഞു. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കൊടിയും പിടിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നിയമസഭകളിലേക്കെല്ലാം പോയാലെന്തായിരിക്കും സംഭവം ഉണ്ടാകുക? എന്നിട്ട് ആ കൊടി അവിടെ വെച്ചിട്ട് ആ കൊടീൻ്റെ മേലെയാണ് ഇനി എല്ലാവരും പുഷ്പാർച്ചന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസംബന്ധമാണത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ലെവിനിലേക്കാണ്. ആദ്യം ദേവനിലേക്ക് വരാം. ദേവൻ, അവിടെയാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇന്നത്തെ. അപ്പോൾ ഇന്ന് ഇത് ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ CPI കൃത്യമായി പ്രതിരോധിക്കുകയാണ്. എപ്പോഴാണ് മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് ഈ പ്രതിഷേധവുമായി ഭാരതാംബയുടെ ചിത്രവും ഉയർത്തി BJP പ്രവർത്തകർ എത്തിയത്? അവിടുത്തെ സംഘർഷാവസ്ഥയെല്ലാം പരിഹരിച്ചോ?
ബിനിൽ, രാവിലെ 9 കൂടിയാണ് ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകർ മന്ത്രിയുടെ നൂറനാട്ടെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഭാരതാംബയുടെ ചിത്രവുമേന്തി വീടിന് മുന്നിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുക എന്നതുമായിരുന്നു BJP പ്രവർത്തകരുടെ ഉദ്ദേശം. സ്ഥലത്ത് ആ സമയത്ത് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതറിഞ്ഞെത്തിയ CPI പ്രവർത്തകർ ഈ നീക്കത്തെ തടയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് CPI പ്രവർത്തകരും ജാഥയുമായി എത്തി. തുടർന്ന് ഇരുവിഭാഗവും അവിടെ മുദ്രാവാക്യം വിളികളുമായി കുറേ നേരം പരസ്പരം മുദ്രാവാക്യം വിളികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന നിലപാടെടുത്തതോടുകൂടി BJP പ്രവർത്തകർ ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന നിലപാടെടുത്തതോടുകൂടി കൂടുതൽ CPI പ്രവർത്തകർ കൂടി ആ സ്ഥലത്തേക്ക് എത്തി. തുടർന്ന് ഇരു വിഭാഗവും തമ്മിൽ ഒരു നേരിയ സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. തുടർന്ന് ചെങ്ങന്നൂർ DYSP നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയുമാണ് ചെയ്തത്. എന്നാൽ പിന്നീട് BJP പ്രവർത്തകർ അവിടെ നിന്നും പിരിഞ്ഞു പോയതിനു ശേഷം CPI പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തുകയും ഒരു മരത്തൈ നടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധ പരിപാടിയിൽ CPI പ്രവർത്തകർ ആരോപിക്കുന്ന പ്രകാരം മന്ത്രിയുടെ വീടിന് മുന്നിൽ മതിയായ സുരക്ഷാ പോലീസ് ഒരുക്കിയിരുന്നില്ല എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടത്തുമ്പോൾ മന്ത്രിയുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ വീടിൽ നിന്നും 100 മീറ്റർ അകലെ മാറിയ ഈ പ്രതിഷേധക്കാരെ തടയുന്ന ഒരു കാര്യമാണ് സാധാരണയായി പോലീസ് ക്രമീകരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഉണ്ടായ BJPയുടെ പ്രതിഷേധത്തിൽ അത്തരമൊരു നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് CPI പ്രവർത്തകർ ആരോപിക്കുന്നുണ്ടായിരുന്നു. BJP പ്രവർത്തകർ അവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടിയും CPI പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഈ പ്രതിഷേധം ഇനി മറ്റേതെങ്കിലും രീതിയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്തതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മന്ത്രിയുടെ ചേർത്തലയിലെ ഓഫീസിന് മുന്നിൽ ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു അവിടെ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കടന്നിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ഈ നൂറനാട് ഉണ്ടായ സംഭവത്തിൽ CPI പ്രവർത്തകർ കൂടി ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ്. ഇനി വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം BJP ഇപ്പോൾ ഈ ജൂൺ 5-ാം തീയതി രാജ്ഭവനിലുണ്ടായ വിഷയത്തിൽ BJP പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIയുടെ ഭാഗത്ത് നിന്നും നീക്കം എന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇരുഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരുവിഭാഗവും പ്രവർത്തകർ ഈ വിഷയത്തെ റോഡിലേക്ക് കൂടി എത്തിക്കുകയാണ്. ഇത്തരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രതിഷേധത്തെയും തടയുമെന്ന നിലപാട് തന്നെയാണ് CPIയും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തുന്ന ഇടങ്ങളിലേക്കെല്ലാം തന്നെ CPI പ്രവർത്തകരും എത്തിക്കൊണ്ട് BJPയുടെ പ്രതിഷേധത്തെ തടഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തെ നേരിടാനായി CPI പ്രവർത്തകരും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, അവിടെ CPI പ്രവർത്തകർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് മന്ത്രിയുടെ വീടിന് മുന്നിൽ ഒരുക്കിയിരിക്കുകയാണ്. മതിയായ പോലീസ് മന്ത്രിയുടെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ്. ലെവിൻ നമുക്കൊപ്പമുണ്ട്. ലെവിൻ, അവിടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണെങ്കിൽ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിഫൻസ് എടുക്കുകയാണ് CPI ചെയ്യുന്നത്. നോക്കൂ, ഭാരത് മാതാ കി ജയ് എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് വളരെ ശക്തമായി നമ്മുടെ രാജ്യത്തുടനീളം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ്. അതിനെ പക്ഷേ 2014 ശേഷം BJP തന്നെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് നമ്മുടെ പല തിങ്ക് ടാങ്ക്സും ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ അതേ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നോക്കൂ, ഇതാണ് ട്രൈ കളർ ത്രിവർണ്ണ പതാകയാണ് ഇന്ത്യയുടെ ഭാരത് മാതാവ് എന്ന ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഭാരതാംബ എന്ന് പറയുന്നത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയല്ല, ഈ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാ എന്നുള്ള സങ്കല്പത്തെ ഞങ്ങൾ ജയ് വിളിച്ചുകൊണ്ട് സ്വീകരിക്കും എന്ന് CPI പറയുകയാണ്. യഥാർത്ഥത്തിൽ BJPയുടെ നരേറ്റീവിനെതിരായ ഒരു തുറന്ന യുദ്ധമാണ് CPIയുടേത്. സംശയമൊന്നുമില്ല ബിനിൽ, BJP മുന്നോട്ട് വയ്ക്കുന്ന കപട ദേശീയവാദത്തെയും ബിംബവൽക്കരണങ്ങളെയും ഒക്കെ അതേ നിലയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ സൂചകം എന്നുള്ള നിലയിൽ ഇന്ന് തൃശ്ശൂർ ജില്ലാ കൗൺസിൽ ഓഫീസിന് മുന്നിൽ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ടുള്ള പരിപാടിയും നടത്തുകയും അതോടൊപ്പം തന്നെ ദേശീയ പതാക ഉയർത്തി മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നു. RSSനെതിരെ BJP സംഘപരിവാർ ശക്തികൾക്കെതിരെ CPI നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരപരിപാടിയാണ് രൂപം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിസ്ഥിതി ദിനത്തിൽ മന്ത്രി പി പ്രസാദ് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം RSS ഉപയോഗിച്ച് വരുന്ന ചിത്രം അതിനു മുന്നിൽ തിരിതെളുത്തി ഈ പരിപാടി നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും മന്ത്രി അതിനെ എതിർക്കുകയും പിന്നീട് അത് രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്ത പശ്ചാത്തലം നമുക്കറിയാം. എന്നാൽ അത് സാധാരണഗതിയിൽ ആ ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധ വാക്കുകളായി അതിനപ്പുറത്തേക്ക്
CPI അതൊരു പൊതുവിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് നേർക്കുനേർ നിന്ന് പ്രതിഷേധിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തത്. അതിൻ്റെ സൂചകമായി തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി തൃശ്ശൂരിലെത്തിയപ്പോൾ അത്തരത്തിലൊരു സമര പരിപാടി നടന്നു. നെഹ്റുവിയൻ ആശയങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിച്ചത്. ഇന്ത്യ എന്നാൽ ഭാരതമാത എന്നാൽ ഇന്ത്യയാണ്. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ്. ഇന്ത്യയിലെ മലയും പുഴയും മണ്ണും ആണ്. അതെല്ലാം കൂടി ചേരുന്നതാണ് ഭാരതമാതാവ്. ഭാരതമാതാവ് RSSന്റെ കൊടി പിടിച്ച ഒരു സ്ത്രീരൂപമല്ല. ഭാരതമാതാവ് എന്നാൽ ദേശീയ പതാകയാണ്. ദേശീയ പതാക എന്നാൽ ഇന്ത്യയാണ്. ആ സന്ദേശമാണ്, ദേശസ്നേഹത്തിൻ്റെ സന്ദേശമാണ് തങ്ങൾ ഉയർത്തിവെക്കുന്നത്. അതുതന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്നും ബിനോയ് വിശ്വം പറയുന്നു. ഗവർണറിലേക്ക് മാത്രമായ ഒരു പ്രതിഷേധമായോ അല്ലെങ്കിൽ ഒരു വിഷയമായോ ഇതിനെ ചുരുക്കേണ്ടതില്ല. ഇന്ത്യയുടെ വിശാല താല്പര്യങ്ങൾക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. CPMനും CPIക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ല. CPMനും CPIക്കും ഇക്കാര്യത്തിൽ തർക്കങ്ങളില്ല. അങ്ങനെയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നടക്കുന്നു. അതല്ല സത്യം. CPI തുടർന്നും ഇത്തരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആലപ്പുഴയിൽ നടന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ട്. മന്ത്രി പി പ്രസാദിനെ ഒറ്റപ്പെടുത്താമെന്നും ഈ വിഷയത്തിൽ തനിച്ചാക്കാമെന്നുമുള്ള ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കൂ എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. സമാനമായ അഭിപ്രായ പ്രകടനമാണ് CPIയുടെ മന്ത്രിയും പാർട്ടിയിലെ ദേശീയ കൗൺസിൽ അംഗവുമായ K രാജൻ നമ്മളോട് പങ്കുവച്ചതുള്ളൂ. പി പ്രസാദിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ അതിനെ ചുരുക്കാൻ തങ്ങൾക്കറിയാം. ഇതൊരു ഗവർണർ സർക്കാർ സംഘർഷമായി ചിത്രീകരിക്കാൻ നോക്കണ്ട. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറിയ രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ ഒരു സംഘർഷത്തിന് അയവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഗവർണർ സർക്കാർ തർക്കമല്ല. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഏത് നടപടികൾ ഉണ്ടായാലും അതിനെ സർക്കാർ എന്നും വ്യക്തി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമനും പറഞ്ഞു വെക്കുന്നത് ഗവർണറുടെ ഇത്തരത്തിലുള്ള നടപടികൾ ഈ RSS കാവ്യവൽക്കരണ നടപടികളുമായി ഗവർണർ തുടർന്ന് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPI എന്നുള്ള നിലയിലും സർക്കാർ എന്നുള്ള നിലയിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിലും സമാനമായ വിഷയത്തിൽ സമാനമായ പ്രതിഷേധങ്ങൾ പരിപാടികൾക്ക് കൂടി CPI പ്ലാൻ ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഇത്തരം പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് കൂടി ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും CPMും CPM നേതാക്കളും എല്ലാം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഒരേ നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ വിഭിന്ന നിലപാടാണ് ഈ വിഷയത്തിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ തങ്ങൾ അവഗണിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും ശക്തമായ ഒരു ആശയ സമരത്തിന് കൂടിയാണ് CPI ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളെ തുടർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബിനിൽ. ഓക്കെ, വളരെ കൃത്യമായ കാര്യമാണ് ലെവിൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കൃത്യമായ കൗണ്ടറാണ്. BJPയും CPIയും നേർക്കുനേർ വരുന്ന ഒരു പശ്ചാത്തലമാണ്. ആ നേർക്കുനേർ വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ BJP പൊതുവിൽ അവരുടെ രാഷ്ട്രീയ വേദിയിൽ സ്വന്തമാക്കി വെച്ചിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഭാരത് മാതാ കി ജയ് എന്നുള്ളത്. അത് അവർ ആരുടെയും കുത്തകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതാംബ വിവാദത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രമല്ല, ത്രിവർണ്ണ പതാകയാണ് യഥാർത്ഥ ഭാരതാംബ എന്ന പ്രതിരോധമാണ് കൃത്യമായി BJPക്ക് മുന്നിൽ, രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ CPI വെക്കുന്നത്.